ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ആഫ്റ്റർ എ ലോങ് ടൈമാണ് ഞാൻ ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിൽ. ഈ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മളുടെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ ഫുജൈറ എന്ന് പറഞ്ഞ എമിറേറ്റ്സിലുള്ള കൊർഫുഖാൻ എന്ന് പറഞ്ഞൊരു പ്ലേസാണേ. അപ്പോൾ ഞാൻ പോയിട്ടുണ്ടായിരുന്ന ലൊക്കേഷൻ നിങ്ങളോട് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റാസൽ ഖൈമയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ ഞാനിത് കൊർഫുഖാനിൽ പോയിട്ടുണ്ടായിരുന്നത് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് തന്നെ എനിക്ക് ഈ ബീച്ച്, കാരണം ഞാൻ അവിടെ UAE എത്തിക്കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ നാടൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഒരു കൊർഫുഖാൻ ബീച്ചിലേക്ക് എത്തിയപ്പോഴും പിന്നെ ഈ കൊർഫുഖാൻ നമ്മൾ വരുന്ന വഴി എന്ന് പറഞ്ഞാൽ ഭയങ്കര മലകളും ഒരുപാട് നല്ല ഒരു ഗ്രാമ അന്തരീക്ഷമുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഞാൻ അതിലേക്കൂടി വന്നപ്പോൾ എനിക്ക് എൻ്റെ പഴയ എൻ്റെ നാടും നന്നായിട്ട് മിസ് ചെയ്ത്, അങ്ങനെ എനിക്കൊരു നാടിൻ്റെ ഒരു ഫീല് കിട്ടിയൊരു പ്ലേസാണ്. കൊച്ചിയിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ അവിടത്തേക്ക് ഒരു ഫീല് കിട്ടിയിട്ടുള്ളൊരു പ്ലേസായിരുന്നു ഈ ഒരു സ്ഥലത്ത് എനിക്ക് വന്നപ്പോഴത്തേക്കും. അപ്പോൾ നല്ലൊരു മുസ്ലിം പള്ളിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഒരു ബീച്ച്, കൊർഫുഖാൻ ബീച്ചിൻ്റെ സൈഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഇവിടെ ബീച്ചിലേക്ക് ഇറങ്ങണേ മുന്നേ തന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് വാക്ക് വേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൂടെ നമ്മൾ കുറച്ച് നടന്നു കഴിഞ്ഞിട്ടാണ് ബീച്ചിലേക്ക് എത്തുന്നത്. ബീച്ച് കണ്ടപ്പോൾ എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ലാത്ത ബീച്ച്, അടിപൊളി പ്ലേസാണ് കേട്ടോ. ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി അവിടെ പോകാനായിട്ടുള്ളൊരു പ്ലാനിങ്ങിൽ നിൽക്കുവാണ്. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, എൻ്റെ നാട് മിസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇങ്ങനൊരു ട്രിപ്പ് ഞാൻ പ്ലാൻ ചെയ്തിട്ട് പോയത്. അപ്പോൾ എനിക്ക് ആ ദിവസം ഭയങ്കര റീഫ്രഷ്മെൻറ്റാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത്രത്തോളം സൂപ്പർ പ്ലേസായിരുന്നു. നിങ്ങളെ ഞാൻ ബീച്ച് കാണിക്കാം. ഇതിലേക്കൂടി ഞാൻ കുറച്ച് ആദ്യം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ബീച്ചിലേക്ക് പോകണേ മുന്നേ ഇതുകൊണ്ട് ഒരുപാട് ഈന്തപ്പന മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ബീച്ചിലേക്ക് എത്തുന്നത്. നമ്മൾ ഇതിലേക്കൂടി കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു. ഇതാണ് ബീച്ചിൻ്റെ രണ്ട് സൈഡും മലകളാണ്. പിന്നെ ഒരുപാട് കപ്പലും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. ബീച്ചിൻ്റെ നിറം എന്ന് പറഞ്ഞാൽ പച്ച നിറമാണ്, ലൈറ്റ് പച്ച നിറമാണ് ഈ ബീച്ചിൻ്റെ നിറം. നിങ്ങൾക്ക് ഇതിൽ കൂടി കാണുമ്പോൾ ഒരു നീല കളർ ഫീൽ ചെയ്യും, പക്ഷേ ഒരു ലൈറ്റ് പച്ച നിറം. നല്ല രസമെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര ഒരു അടിപൊളിയായിട്ടുള്ള ബീച്ച് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. കാരണം ഞങ്ങളുടെ സ്ഥലം നിങ്ങൾക്കറിയാം, ആലപ്പി എറണാകുളം ബോർഡർ ആയതുകൊണ്ട് ആലപ്പുഴയിൽ ഒരുപാട് ബീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് ടൈപ്പ് ബീച്ചിൽ പോകാറുള്ളതാണ്, ഡെയിലി വിസിറ്റൊക്കെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇത് കണ്ടോ, ഈ കളർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്, ലൈറ്റ് പച്ച കളറാണ്. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം വിസിബിളാണെന്ന് എനിക്കറിയില്ല. സ്റ്റിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചായിരുന്നു. അധികമായിട്ട് ആഴം ഒന്നും നമുക്ക് ഫീൽ ചെയ്തില്ല, നമ്മൾ ഓവറായിട്ട് ഇറങ്ങിയില്ല. സ്റ്റിൽ നല്ലൊരു അവിടെ നിന്ന് കുറച്ച് നേരം കളിച്ചു. ബീച്ചിലെ വൈബും എനിക്ക് കുറേ ദിവസമായിട്ട് ഒരു 2 വീക്സ് അറൗണ്ടായിട്ട് ഭയങ്കര നാട് മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതെല്ലാം മാറി ഒരുപാട് നേരം അവിടെ ചെന്ന് നിന്ന് കളിച്ചു റീഫ്രഷ് ആയിട്ടാണ് ഞാൻ റിട്ടേൺ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഞങ്ങൾ ഒരു ടണലിലൂടെയാണ് ഈ ലൊക്കേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ടണൽ ഉള്ളിൽ നിന്ന് കടന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഫുള്ള് ചുറ്റും മലയൊക്കെ ആയിട്ട്. ഇതാണ് കൊർഫുഖാൻ എന്ന് പറയുന്ന പ്ലേസാണിത്. ഫുജൈറയിലുള്ള ഒരു സ്ഥലമാണ്. നമുക്കിപ്പം എന്താ പറയുക, ഒരുപാട് മൗണ്ടൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യണം കേട്ടോ. കാരണം അത്ര രസമായിട്ടുള്ളൊരു പ്ലേസാണ്. ഇവിടെ എപ്പോഴും നല്ലൊരു ലൈറ്റ് തണുപ്പായിരിക്കും കൂടുതലുണ്ടാവുന്നത്. സ്റ്റിൽ ഇപ്പോൾ നമ്മൾ വെയിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ല ചൂടും വരും. കൂടുതൽ ഈ സ്ഥലത്ത് മഴയാണ് വരാറുണ്ടെന്നാണ് നമ്മളുടെ ഡ്രൈവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിതിലേക്ക് കൂടി പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവരുടെ സിറ്റി ഏരിയയിലെത്തി. സിറ്റി ഏരിയയിൽ നമ്മൾ സാധാരണ പോലെ എല്ലാ ടൈപ്പ് ബിൽഡിങ്സും കമ്പനീസും ഫാക്ടറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഈന്തപ്പന മരം എവിടെ നോക്കിയാലും ഈന്തപ്പന നമുക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഈ പ്ലേസ്. ഇത് ഒരു ജംഗ്ഷൻ പോലുള്ളൊരു പ്ലേസ് ആയിരുന്നു. ഇവിടെ നിന്നാണ് നമ്മൾ ബീച്ചിലേക്ക് ടേൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടെ നല്ല രീതിക്കുള്ള ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് അറേഞ്ച് ചെയ്ത് നല്ലൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ ഈ ഒരു പ്ലേസിലേക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ അങ്ങനെ ഒരു അട്രാക്ഷൻ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് മുന്നേ ഞാൻ ഒരു ടണൽ കാര്യങ്ങളിൽ അങ്ങനെ ഞാൻ മുന്നേ നമ്മുടെ കൊച്ചിയിലായിരുന്ന സമയത്ത് ഞാൻ പോയിട്ടില്ല. സ്റ്റിൽ ഇതിലേക്ക് ടണലിലൊക്കെ പോയി പെട്ടെന്നൊരു വ്യൂ ചേഞ്ച് വന്നപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ ഫുള്ളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, വാവ് അടിപൊളി പ്ലേസ്, എനിക്ക് ഭയങ്കര അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട്
ഫുള്ളിരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കണ്ടോ വെള്ളത്തിൻ്റെ ഇതൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്ക് വെള്ളം, ഫ്ലവേഴ്സ്, മൗണ്ടെയ്ൻസ് ഇങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലേസ് എനിക്ക് എന്തോ ഒരു പ്രത്യേകതയായിട്ട് ഈ ഒരു പ്ലേസ് എനിക്കൊരു എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ 2 വീക്സ് കൂടുതൽ ഇവിടെ ഒറ്റ വീട്ടിൽ തന്നെ ഇരുന്ന് ഞാൻ ഇറങ്ങിയോണ്ടാണോ അതോ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ ആ ഒരു തണുപ്പും ആ ഒരു വ്യൂസൊക്കെ കണ്ടിട്ടാണോ എന്തെന്നില്ലാത്തൊരു അട്രാക്ഷൻ എനിക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്. Until then, stay happy and be positive always. Okay? Tata, bye bye. See you. Love you.